അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഇന്ന് 29ാമത്തെ തറാവീഹ് നമസ്കരിക്കേണ്ട രാവാണ് കേട്ടോ. പറയുമ്പോൾ തന്നെ സങ്കടമുണ്ട്. റമദാനൊക്കെ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോവുകയാണല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം നമ്മൾ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല കേട്ടോ റമദാനിലെ വരവയ്ക്കാൻ. എന്താണെങ്കിലും 29ാമത്തെ തറാവീഹ് നമസ്കരിച്ചാലുള്ള പ്രതിഫലം 1000 സ്വീകരിക്കപ്പെട്ട ഹജ്ജിൻ്റെ പ്രതിഫലമാണ് കേട്ടോ. ഇത്രയും വണ്ണമായ പ്രതിഫലം വെക്കുന്നതിൻ്റെ കാരണം തന്നെ ഇത്തരം രാവുകളിലൊന്നും ഇനി ഒരുവിധപ്പെട്ട ആൾക്കാരെയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. എല്ലാവരും 27ാം രാവോടുകൂടി കഴിഞ്ഞു റമദാൻ എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. പ്രിയപ്പെട്ടവർ, നമ്മൾ മുന്നേ സൂചിപ്പിച്ചതുപോലെ റമദാൻ്റെ അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിലാണല്ലോ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെ വരുവാണെങ്കിൽ ഇത് ലാസ്റ്റത്തെ ഒറ്റയിട്ട രാവാണ് കേട്ടോ. ഈ രാവിലെ നമുക്ക് മാക്സിമം അമലുകൾ ചെയ്ത് അള്ളാഹുവിൻ്റെ നിന്ന് പ്രതിഫലം വാങ്ങിച്ച് കിട്ടാനും അതുപോലെ തന്നെ ലൈലത്തുൽ ഖദർ കിട്ടാനുള്ള തൗഫീഖ് നൽകട്ടെ നാഥൻ. മാത്രമല്ല, ഈ നമ്മൾ തറാവീഹ് നമസ്കരിക്കുമ്പോൾ തന്നെ രാത്രിയുടെ 1/3 നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആക്കുക കേട്ടോ. അപ്പോൾ രാത്രിയെ 3 ഭാഗിച്ചാൽ അതിലൊരു ഭാഗം നമുക്ക് തറാവീഹും വിത്രം നമസ്കരിക്കുന്നത് മൂലം കിട്ടുന്നതാണ് കേട്ടോ. മാക്സിമം പ്രിയപ്പെട്ടവരെ ഒഴിവാക്കല്ലേ. നിങ്ങളോടും ഞാൻ എന്നോടും തന്നെ ഉണർത്തുകയാണ് കേട്ടോ. ഇത്തരം സുവർണ അവസരങ്ങൾ നമ്മൾ പാഴാക്കി കളയാതെ ലൗകിക ജീവിതത്തിൻ്റെ പുറകേക്ക് കുറേ ഒഴിവാക്കിയിട്ട് മാക്സിമം പരലോകത്തിന് വേണ്ടി കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണം കേട്ടോ പ്രിയപ്പെട്ടവരെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്ത അമലുകളൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അതുവഴി നമുക്ക് ഏറ്റവും ഉയർന്ന ജന്നാത്തുൽ ഫിർദൗസ് തന്നെ നമുക്ക് കിട്ടട്ടെ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.